അങ്ങനെ നമ്മുടെ സുധീഷ് നിധിയുടെ രാജീവിൻ്റെ ഒപ്പം പോകാൻ തീരുമാനിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നിധിയെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല എന്ന് വിചാരിച്ചിട്ട് അവൻ പോകുന്നുണ്ട്. പകുതി ദൂരം എത്തുമ്പോഴേക്കും എന്തായാലും നമ്മുടെ രാജീവൻ സുധീഷൻ ഡ്രൈവർ കൊണ്ടുപോകുന്നുണ്ട്. എന്തായാലും വീട്ടിലേക്ക് എത്തുമ്പോൾ നമ്മളെ കമലോട് ആരതിയൊക്കെ എടുത്തു കയറ്റാൻ പറഞ്ഞിട്ട് നമ്മുടെ സുധീഷിനും നിധിയെയും, കാരണം കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ നമ്മുടെ മോള് വീട്ടിലേക്ക് വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ കമലയും സാന്ദ്രയും കൂടി ആരതിയൊക്കെ ഒഴിഞ്ഞിട്ട് നിധീനെയൊക്കെ കയറ്റുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കമലയാണെങ്കിൽ വല്ലാതെ തുറിച്ച് നോക്കുന്നുണ്ട് നമ്മുടെ സുധീഷിൻ്റെ കഷ്ടകാലം അപ്പം തുടങ്ങുന്നുണ്ട്. എന്തായാലും രണ്ടാളും ഉള്ളിലേക്ക് കയറ്റേണ്ട. നിധിക്കാണെങ്കിൽ നല്ല ഇഷ്ടം പോലെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ട മീൻ ഫ്രൈയും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. നേരെ മറിച്ച് സുധീഷിനോട് പറയുന്നുണ്ട്, രാജീവൻ പറയുന്നത് ഇത് നിനക്കും കഴിച്ചോ, നീയും എടുത്ത് കഴിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിധിയുടെ മുന്നിൽ വല്ലാത്ത സ്നേഹത്തോടെ അഭിനയിക്കുന്നുണ്ട്. രാജീവും അരുണും കൂടി നമ്മുടെ സുധീഷിനെ കൊണ്ടുപോയിട്ട് സ്നേഹത്തോടെ പെരുമാറുന്ന പോലെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ട് നിലത്തൊക്കെ ഇരുത്തിട്ട് കുറേ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. നിലത്തിരിക്കാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ നിധി ഓടി വന്ന് കാണുന്ന സമയത്ത് എന്താ വെച്ചാൽ നിർത്തിയേ ഞങ്ങൾ പഴയ തമാശകളൊക്കെ ഒന്ന് ചെയ്തതാ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് നിധിയാണെങ്കിൽ അത് വിശ്വസിക്കണമൊക്കെ ഉണ്ട്. എന്തായാലും സുധീഷ് ഇതിന് എത്രയും പെട്ടെന്ന് എങ്ങനെ പോകാമെന്നൊക്കെ രാത്രി നിന്ന് ആലോചിക്കുന്ന സമയത്ത് നമ്മുടെ നിധി അവിടെ വന്ന് പറയുന്നുണ്ട്, അതേ നിങ്ങൾ ഒറ്റയ്ക്ക് രാത്രി പുറത്ത് കിടക്കണ്ട കേട്ടോ, ആൾക്കാരെന്തെങ്കിലും തെറ്റിദ്ധരിക്കുള്ളൂ, എന്തായാലും രാത്രി റൂമിലേക്ക് വന്ന് കിടന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ സുഭാഷേട്ട വിളിക്കുന്നുണ്ട്. സുഭാഷേട്ട വിളിക്കുമ്പോൾ എല്ലാവരും വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ നികേഷ് പറയുന്നത് അടുത്ത് വേഗം വരണേ, നിങ്ങളില്ലാഞ്ഞിട്ട് ആകെ ഒരു സുഖമില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ നിധി പറയുന്നത് ആയിക്കോട്ടെടാ, ഞാൻ എത്രയും പെട്ടെന്ന് എത്താം, ഒരാഴ്ചയിലുള്ളൂ, 4-5 ദിവസമല്ലേ, ഞാൻ വേഗം എത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നികേഷിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. സുധീഷിനാണെങ്കിൽ വലിയ സന്തോഷമാവുന്നുണ്ട്. നിധി വന്ന് റൂമിൽ കിടക്കാൻ പറഞ്ഞല്ലോ, അവൻ വലിയ സന്തോഷത്തിൽ പാട്ടും ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ രാജീവും അരുണും കുറേ മുടക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും നമ്മുടെ നിധി സുധീഷിനെ റൂമിൽ കൊണ്ടുപോയി കിടത്തുന്നുണ്ട്. സുധീഷിനെ ബെഡ്ഷീറ്റൊക്കെ കൊടുത്ത് താഴെ കിടക്കാൻ പറയുന്നുണ്ട്. സുധീഷ് താഴെങ്കിൽ താഴെ. എന്തായാലും നിധിയുടെ റൂമിലേക്ക് എത്താൻ പറ്റിയല്ലോ വിചാരിച്ചിട്ട് വലിയ സന്തോഷത്തിലാണ് നമ്മൾ സുധീഷ്. എന്തായാലും പിറ്റേ ദിവസം നമ്മുടെ അരുണിൻ്റെ കാലൊക്കെ ഒടിഞ്ഞ് വരുന്നുണ്ട്. കാലൊക്കെ ഒടിഞ്ഞ് വരുന്ന സമയത്ത് കുറച്ച് പണ്ടങ്ങളും പൈസ ഉണ്ട്, അത് എത്രയും പെട്ടെന്ന് വേറെ ഒരാളിലേക്ക് എത്തിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. എത്തിക്കുന്ന സമയത്ത് നമ്മുടെ സുധീഷിനെ തട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഇനി സുധീഷിനെ എങ്ങനെ നിധി രക്ഷിച്ച് കൊണ്ടുവരുമെന്ന് അറിയാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.